ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ആഗ്രഹിച്ച് ചില നീക്കങ്ങൾ നടത്തുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചുകൊണ്ട് വരുന്നു എന്നർത്ഥം. പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ ചില രഹസ്യങ്ങൾ ഇന്ത്യക്ക് മുമ്പിലേക്ക് അവർ വെച്ച് നീട്ടിത്തരികയാണ്. അതായത് അവരുടെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച്, ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന മേഖലയെക്കുറിച്ച്, ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്ന സെൻറ്ററുകളെക്കുറിച്ചൊക്കെയുള്ള തന്ത്രപ്രധാനമായ രഹസ്യ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറുന്നു. എന്തിനാണ് ഇന്ത്യക്ക് കൈമാറുന്നത്? അപ്പോൾ ഇന്ത്യയുടെ ദയാദാക്ഷിണ്യം ഇപ്പോൾ പാകിസ്ഥാൻ വേണം. എന്തിനു വേണ്ടിയിട്ട്? ശരിക്കും പറഞ്ഞാൽ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയിലേക്ക് പാകിസ്ഥാൻ ഒന്ന് കടന്നു വരണം. അതിന് ഇന്ത്യ ഔദ്യോഗികമായ അംഗീകാരം നൽകണം. എന്തിന് ഇന്ത്യ അംഗീകരിക്കണം? ഇപ്പം നമുക്കറിയാലോ 5 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു ഈ ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. പിന്നീട് ഇപ്പോൾ ഇത് 10 അംഗങ്ങളുടെ കൂട്ടായ്മയായി മാറി. ഒരുപാട് രാജ്യങ്ങൾ അംഗങ്ങളാനായിട്ട് ക്യൂ നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഇതിലൊന്ന് ഉൾപ്പെടണം. അതിന് ഇന്ത്യ സഹായിക്കണം. കാരണം ചൈനയുടെ പിന്തുണ തേടി അവർ സഹായിക്കാമെന്ന് പറഞ്ഞു, റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചു, അവർ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യ കനിയണം. കാരണം ഏതെങ്കിലും ഒരു രാജ്യത്തെ അംഗരാജ്യമാക്കണമെങ്കിൽ അവരുമായിട്ട് സമവായം പുലർത്തുന്ന, സൗമ്യമായി ഇടപെടുന്ന, ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളായിരിക്കണം. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെയല്ല. മാത്രവുമല്ല 2026 മുതൽ ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമായിരിക്കും. അത്തരം ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ സംശയമുള്ളവാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കാല് പിടിക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രധാന പ്രശ്നം എന്താ? സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. പാകിസ്ഥാന് കടം കൊടുത്തിരുന്ന വേൾഡ് ബാങ്കും IMF ഒക്കെ ഏതാണ്ട് പാകിസ്ഥാനെ കൈവിട്ടു. മാത്രമല്ല വലിയ തോതിൽ കടബാധ്യതയുമുണ്ട്. ഇവിടെ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. ഇപ്പം ശൈശവ ദിശയിലാണ് ഈ ബാങ്കെങ്കിലും ഭാവിയിൽ വലിയ രീതിയിലുള്ള വളർച്ച പ്രാപിക്കും. കാരണം ലോക ജനസംഖ്യയുടെ 49% ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും ചേരുമ്പോൾ തന്നെ എത്രത്തോളം കോടി ജനങ്ങളുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കൂടാതെ മൊത്തത്തിലുള്ള ആഗോള ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 29% ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ 23% ബ്രിക്സ് രാജ്യങ്ങളിലാണ്. ആഗോള എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 40% ബ്രിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ബ്രിക്സിൽ എങ്ങനെയെങ്കിലും അംഗത്വം നേടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ഇന്ത്യക്ക് കൈമാറുന്നത്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ചിരവൈരികളാണ്. ഏതാണ്ട് 2 രാജ്യങ്ങളും തമ്മിൽ പലതവണ നേരിട്ടും അല്ലാതെയുമൊക്കെ സംഘർഷവും യുദ്ധവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 1988 പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലോ യുദ്ധമോ ഉണ്ടായാൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ ചർച്ചയൊക്കെ നടന്ന് 1991 ജനുവരി 27 ഇത് സംബന്ധിച്ച് ഒരു അന്തിമ കരാറുണ്ടാക്കി. അങ്ങനെ 1992 മുതൽ ഈ കരാർ നടപ്പാക്കി. എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി പാകിസ്ഥാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ലിസ്റ്റും ഇന്ത്യക്ക് കൈമാറണം. ഇന്ത്യ നമ്മുടെ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ലിസ്റ്റും അവർക്ക് കൈമാറണം. ഇപ്പോൾ പഹൽഗാം ആക്രമണം മെയ്യിൽ നടന്നതോടുകൂടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ പാകിസ്ഥാൻ ഈ ലിസ്റ്റ് കൈമാറുമെന്ന് പ്രതീക്ഷയുണ്ടായില്ല. പക്ഷേ പാകിസ്ഥാൻ കൈമാറി. കാരണം ആവശ്യം അവരുടേതാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായ S ജയശങ്കറെ പാകിസ്ഥാൻ പാർലമെൻറ്റ് സ്പീക്കർ നേരിട്ട് കണ്ട് ചില അഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്തു. അതായത് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദാസിയയുടെ മരണാനന്തര ചടങ്ങുകളിൽ ഔദ്യോഗികമായി പങ്കെടുത്തത് ഇന്ത്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ്. അവിടെ വെച്ചാണ് പാകിസ്ഥാൻ്റെ ഈ പാർലമെൻ്ററി സ്പീക്കർ വന്നിട്ട് ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞത്. അങ്ങനെ ലിസ്റ്റ് കൈമാറിയപ്പോൾ പാകിസ്ഥാനിൽ എവിടെയൊക്കെയാണ് ഗവേഷണ റിയാക്ടറുകൾ ഉള്ളത്, ഇന്ധന നിർമ്മാണ യൂണിറ്റുകൾ ഉള്ളത്, യുറേനിയം സമ്പുഷ്ടീകരണ സെൻറ്റേഴ്സ് എവിടെയാണ്, ഐസോടോപ്പുകൾ വേർതിരിക്കുന്ന സെൻറ്ററുകൾ, പുനഃസംസ്കരണ യൂണിറ്റുകൾ, ഇതിൻ്റെ വിശാലമായ ഒരു റിപ്പോർട്ട് നൽകുകയാണ്. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ചു. പക്ഷേ ഇന്ത്യ പറഞ്ഞു ഈ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ചില ഡിമാൻഡുണ്ട്. അതായത് ഇന്ത്യക്കാരായ സിവിലിയൻസിനെയും മത്സ്യത്തൊഴിലാളികളെയും പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത 199 മത്സ്യത്തൊഴിലാളികളെയും 58 ഇന്ത്യക്കാരെയും നിങ്ങൾ വിട്ടുതരണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് അംഗീകരിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പാകിസ്ഥാൻകാരായ 391 സിവിലിയൻസ് ഉണ്ട്, അതായത് നമ്മുടെ അതിർത്തിയിലൊക്കെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവർ ഉൾപ്പെടെ,
അവരുടെ 50ഓളം മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരെയും ഞങ്ങൾ വിട്ടുതരാം. ഇപ്പോൾ ഡിമാൻഡ് നമ്മൾ അങ്ങോട്ട് വെക്കാൻ തുടങ്ങി. അപ്പോൾ ആർജവമുള്ള ഭരണകൂടമാണെങ്കിൽ കൃത്യമായിട്ട് ഡിമാൻഡ് മുന്നോട്ട് വെക്കും. നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് 1970കളുടെ തുടക്കത്തിൽ നടന്ന യുദ്ധം, അന്ന് പാകിസ്ഥാൻ തോറ്റമ്പിയപ്പോൾ 93,000ഓളം പട്ടാളക്കാരാണ് നമുക്ക് മുമ്പിൽ കീഴടങ്ങിയത്. പക്ഷേ യാതൊരു ഉപാധിയും ഇല്ലാതെ ഈ 93,000 പട്ടാളക്കാരെ നമ്മൾ വിട്ടയച്ചു. പകരം ഇന്ത്യക്കാരായ 54 പേർ പാകിസ്ഥാൻ കസ്റ്റഡിയിലുണ്ട്. ആ ആർമി ഉദ്യോഗസ്ഥരെ തിരിച്ചു വേണമെന്ന് നമ്മുടെ ഭരണകൂടം ആവശ്യപ്പെട്ടില്ല. ഇത്തരത്തിൽ ചില ഇരട്ടത്താപ്പ് അന്നത്തെ ഭരണകൂടം സ്വീകരിച്ചെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അങ്ങനെയല്ല പെരുമാറുന്നത്. അതാണ് ഇവിടെ കാണിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ്. ഇപ്പോൾ അസിം മുനീറിനോ ഷഹബാസ് ഷെരീഫിനോ ഒന്നും അറിയാത്ത അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ അവിടുത്തെ ഭരണകൂടം കൃത്യമായിട്ട് നടപ്പാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയുടെ ദയാദാക്ഷിണ്യം വേണം, അല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം നേടിയെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം IMF മതിയായ പിന്തുണ ഇപ്പോൾ അവർക്ക് നൽകുന്നില്ല. മാത്രവുമല്ല, ഇന്ത്യയുമായിട്ട് ദീർഘകാലമായിട്ട് ശത്രുത നിലനിർത്തുന്ന പാകിസ്ഥാനെ ബ്രിക്സിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പാകിസ്ഥാന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ കാല് പിടിക്കുന്നത്. പക്ഷേ ഈ സമവായത്തിലൂടെ മാത്രമേ കൂട്ടായ്മയിലേക്ക് പുതിയ രാജ്യത്തെ എടുക്കാവുള്ളൂ എന്നതിനാൽ 2026 മുതൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഇന്ത്യ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായി യാതൊരു ധാരണയുമില്ല. ആ രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ സംഘർഷവും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. ഇത് 34ാമത്തെ വർഷമാണ് പരസ്പരം കൈമാറിയത്. ഇപ്പോൾ കാർഗിൽ യുദ്ധം നടന്ന 1999 അന്നും ഇതുപോലെയുള്ള ഈ ആണവ കേന്ദ്രങ്ങളുടെ വിവരങ്ങളൊക്കെ കൈമാറിയതാണ്. 2001, 2002 കാലഘട്ടത്തിൽ സൈനിക നടപടി ഉണ്ടായി, അന്നും കൈമാറി. പിന്നീട് 2016 ഉറി ആക്രമണം, 19 പുൽവാമ ആക്രമണം, ബാലാക്കോട്ട് വ്യോമാക്രമണം, ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും പരസ്പരം ഈ വിവരങ്ങൾ കൈമാറി. ഇല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, റഷ്യയിലെ ചെർണോബിൽ ഒരു ആണവ ദുരന്തം ഉണ്ടായി. അവിടുത്തെ ജനങ്ങൾക്ക് ഇന്നും അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ആണവ വികിരണം ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഇന്ത്യ പരമ്പരാഗതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ പോലും പാകിസ്ഥാനിലെ സിവിലിയൻസിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നും ചെർണോബ് ദുരന്തം പോലെയുള്ള ഒരു പ്രശ്നം ആവർത്തിക്കപ്പെടരുതെന്നും ഇന്ത്യയും പാകിസ്ഥാനും തീരുമാനിച്ചത്. പക്ഷേ ഈ പഹൽഗാം ആക്രമണത്തിന് തുടർച്ചയായിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയപ്പോൾ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ സംഭരിച്ചു വെച്ചിരുന്ന കിരാന ഹിൽസിൽ നമ്മൾ ആക്രമണം നടത്തി. ഇതേക്കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും അമേരിക്ക പരോക്ഷമായി ഇത് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പ്രതിരോധ രംഗ വിദഗ്ധരും പറഞ്ഞു, ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന മേഖലയിലായിരുന്നു. അതുപോലെ ഒരു ആക്രമണം കൂടി ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല. അവിടുത്തെ സിവിലിയൻസിൻ്റെ ജീവിതം ദുസ്സഹമായി മാറും. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇന്ത്യയുടെ കാല് പിടിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇന്ത്യ ഒന്ന് രക്ഷിക്കണേ എന്നാണ് പാകിസ്ഥാൻ്റെ നിലവിളി. നമ്മൾ എന്ത് നിലപാടെടുക്കും? 2016 മുതൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന ഇന്ത്യ ഇനി എടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ചാണ് ബ്രിക്സിന്റെ ദിശ അല്ലെങ്കിൽ ഗതി നിർണ്ണയിക്കുക. അവിടെ സുപ്രധാനമായ തീരുമാനം ചൈനയ്ക്കും റഷ്യയ്ക്കും മുകളിൽ എടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ നിലവിളിക്കുകയാണ് ഇന്ത്യയുടെ മുമ്പിൽ വന്നതെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.